അവിടെ ഒരു കുട്ടികളെ കണ്ടില്ലേ? എന്താ മനോരമ നീ കാട്ടണത്? ലജ്ജയില്ലേ നിനക്ക്? നോക്കൂ, അവളുടെ ഒരു കളിക്കൂട്ടുകാര്. പൊക്കളാത്ത് ആരും പോണ്ടോ, ഞാൻ ഇപ്പൊ വരാം. പൊക്കളൂ. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല വെച്ചാൽ കുറെ കഷ്ടമാണേ. ആളുകളോട് മിണ്ടിക്കൂടാ, തേണ്ടിക്കൂടാ, കുട്ടികളോട് ഒന്നിച്ച് കളിച്ചുകൂടാ. ഇനി എന്താണാവോ ഞാൻ ചെയ്യേണ്ടത്? തമ്പ്രാട്ടി ഒന്നും ചെയ്യണ്ട, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാ മതി. ഇരിക്കാൻ കഴിയണില്ല നാണിയെ. എന്ത് ചെയ്യണോന്നൊട്ടും നിശ്ചയമില്ല. അതെന്താ നാണി അങ്ങനെ? അതേ, തമ്പ്രാട്ടിയുടെ ഇപ്പോഴത്തെ പ്രായത്തിന്റേതാ. ആവും അല്ലേ? ഇരിക്കുമ്പോ തോന്നും നടക്കണമെന്ന്, നടക്കുമ്പോ തോന്നും ഓടണമെന്ന്, ഓടുമ്പോഴേക്കും വേണ്ട വേണ്ട അങ്ങനെ ഓരോന്നും തോന്നും. അതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. ഓ, പറയാൻ കൊള്ളില്ലേ? മനോരമേ, ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല ശങ്കരപ്പിള്ളേ. അവളുടെ കുട്ടികൾ നന്നല്ല. ഉത്തരവ് കൊച്ചമ്പ്രാട്ടിയുടെ വേളിക്കാരെ ആലോചിച്ചാലോ എന്നൊരു. അതിന് ഈ കോലത്തിന്റെ അന്തസ്സിന് ചേർന്ന് വരണ്ടേ? അല്ലാണ്ടെങ്ങനെയാ? അപ്പൊ പിന്നെ ആരെങ്കിലും വരണത് വരെ സംസ്കൃതം പഠിച്ചോട്ടെ, വെറുതെ നിൽക്കാണ്ട് കഴിയുമല്ലോ. സംസ്കൃതം കുറെ പഠിച്ചല്ലേ, ഇനി അവൾക്ക് പറ്റില്ല എന്നാ പറയണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്കിൽ പിന്നെ സംഗീതമാവാം. സംഗീതാവാം. എന്താ ഉത്തരവ്? അതിനിപ്പോ ആരാ ഒരാള്? വിദ്വാനായിരിക്കണം. ഉണ്ടല്ലോ, മഹാവിദ്വാൻ കല്യാണകൃഷ്ണ ഭാഗവതർ, ശുദ്ധ ബ്രാഹ്മണൻ. ശരി, ഏർപ്പാട് ചെയ്തോളൂ. മനോരമ എവിടെ? വന്നോളൂ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് സാക്ഷാൽ കല്യാണകൃഷ്ണ ഭാഗവതർ. നിന്നെ സംഗീതം പഠിപ്പിക്കാൻ വന്നതാ. കാലും മുഖം കഴുകിയോ? ഇല്ല. എങ്കിൽ വേഗം പോയി കാലും മുഖം കഴുകി വന്ന് ഈ ദക്ഷിണ ഇങ്ങോട്ട് കൊടുത്ത് ഭാഗവരെ തൊട്ട് വന്നിച്ചിട്ട് അവിടെ തുടങ്ങിക്കൊള്ളുക. സമയം പാഴാക്കണ്ട, വേഗം പോയി വന്നോളൂ. വേഗം ചെന്നോട് തമ്പ്രാട്ടിയെ. സംഗീതം പഠിക്കണ്ടേ? എനിക്ക് പഠിക്കണ്ട. പാട്ട് പാടുന്നത് ഇഷ്ടല്ലേ തമ്പ്രാട്ടിക്ക്? പാടുന്നത് ഇഷ്ടമൊക്കെയാ. പക്ഷേങ്കില് ആ കുരങ്ങിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എങ്ങനെയാ പഠിക്കുക? കുരങ്ങോ? അങ്ങനെ പറയല്ലേ, ദോഷം. കാണാൻ ഒരു ഭംഗിയില്ല. എങ്ങനെയാ മുഖത്ത് നോക്കിട്ടിരിക്കണത്? എവിടെ കഴിഞ്ഞില്ലേ? ദേ, തമ്പുരാൻ വിളിക്കണു. അയ്യോ, കാലും മുഖം കഴുകിയിട്ടില്ല. എന്തിനാ കഴിയണത്?
അല്ല നിങ്ങ ഇത് ആരെ ഓർത്തോണ്ടിരിക്കയാണ്? എന്നത് നിങ്ങൾക്കിത് എന്നാ പിണഞ്ഞ്? അല്ലടി, ഞാൻ ആ തമ്പിരാട്ടിയുടെ കാര്യം ഓർത്തോണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, നിങ്ങക്ക് ഏതാണ്ട് ആപത്ത് വരാൻ പോണെന്നാ എനിക്ക് തോന്നണത്. തമ്പുരാട്ടിനെ നിങ്ങ എന്തിനാ ഓർത്തോണ്ടിരിക്കണത്? തീണ്ടലുമില്ല, തൊടിയിലുമില്ല. ഇങ്ങനെയുണ്ടാ ഒരു തമ്പുരാട്ടി? നിങ്ങളുടെ കാര്യം നോക്കും മനുഷ്യനെ, അത് അതിന്റെ കാര്യം നോക്കട്ടാ. അല്ലേലും നല്ല കാര്യമൊന്നും നിന്നോട് പറയാൻ കൊള്ളുകയില്ല. നീ അങ്ങനത്തെ ഒരു കുശുംബിയാ. കൊച്ചുവാവേ, മോനെ കൊച്ചുവാവേ. എന്താ അച്ഛാ? അച്ഛൻ അന്തി എത്തിയേച്ചും ഇപ്പം വരാം. അച്ഛന് കപ്പ വേണ്ടേ? അച്ഛൻ വന്നിട്ട് ചോറിന്റെ കൂട്ടത്തിൽ കഴിച്ചോളാം. ഇവന് ചോറ് കൊടുത്തരുത് ദേവകി. മോന് ചോറ് തരട്ടെ? എനിക്ക് അച്ഛൻ വന്നിട്ട് മതി. ബാ.